ഞാൻ എന്നെ ഏറ്റവും അടുത്ത് ചങ്ങായിക്ക് വേണ്ടിട്ട് ഓഫീസിലൊന്ന് വന്നിട്ടുണ്ടായിന് ഒരു ബിൽഡിംഗ് പെർമിറ്റിന് വേണ്ടിട്ട്. ബിൽഡിംഗ് പെർമിറ്റിന് വന്നിട്ടുണ്ടായില്ല. കാര്യോ നേരാക്കി തന്നിട്ടാ. എന്നൊന്ന് മൈൻഡ് ചെയ്യേ. അത് ചെയ്തില്ല നിങ്ങള്. നാണക്കടായി പോയി. അല്ല ഓഫീസിൽ വന്നപ്പോഴോ? അത് അല്ല അത് ചിലപ്പോ ഉണ്ണി ഞാൻ പറയട്ടെ, നമ്മൾ ഈ ഓഫീസ് കാര്യമൊക്കെ ആകുമ്പോ ഒരുപാട് പ്രശ്നങ്ങള് ഭയങ്കര ആ ഒരു തിരക്കിലെങ്ങാനും വിട്ടുപോയിണ്ടാവും. അല്ലാതെ നമ്മള് നാട്ടുകാരല്ലേ അങ്ങനെയൊക്കെ ചെയ്യോ? ഇനിയിപ്പോ എന്ത് കാര്യത്തിനും നിങ്ങൾ എന്നെ അറിയിക്കൂ. എന്തിനും ഞാൻ കൂടെ ഉണ്ട്. ക്ലബിന്റെ എന്ത് പ്രവർത്തനം ഉണ്ടെങ്കിലും എന്ത് കാര്യം ഉണ്ടല്ലോ നമുക്ക് അടിച്ചു പൊളിക്കാതെ സൂപ്പർ ആക്കണം. ഇപ്പൊ സജീവമായിട്ട് പോകുന്നുണ്ട്. അടിപൊളിയാണ്. അങ്ങനെ ആക്കണം, അങ്ങനെ ആവണം. ഇപ്പൊ നമ്മളെ പോലുള്ളവരും കൂടി വരുമ്പോ അത് ഒന്നും കൂടി ഉയർച്ചയിലെത്തുള്ളൂ. നമ്മളൊരു സർവീസിലിരുന്ന ആളല്ലേ കേട്ടോ. അല്ല, ഉണ്ണിയുടെ അച്ഛൻ ഇപ്പോഴും കരയോഗം പ്രസിഡന്റ് അല്ലേ? ഞങ്ങളൊക്കെ ഒരുമിച്ച് നാടകം ചെയ്തിട്ടുള്ളതാണേ. അതെ. അച്ഛൻ മരിച്ച 5-6 കൊല്ലായല്ലോ. മരിച്ചോ? ശീതാട്ടാ, മരിച്ച സമയത്ത് ഈ നാട്ടിൽ നിന്ന് എല്ലാരും കാണാൻ വന്നിട്ടുണ്ടായിനി. ശീതാട്ടനെ ഞാൻ കണ്ടിട്ടാ. അല്ല ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ അറിഞ്ഞിട്ടില്ലേത്. അല്ലെങ്കിൽ നമ്മള് വരാതിരിക്കില്ലോ. ഞങ്ങള് നാടകത്തിന് ഞങ്ങളൊക്കെ ഒരുമിച്ചപ്പോ പി.ജെ. ആന്റണിയുടെ ഒരു നാടകം ഞങ്ങൾ എടുത്ത് ചെയ്തിരുന്നു. അന്ന് ക്ലബില് നമ്മളൊക്കെ സജീവമാണ്. അപ്പൊ അന്ന് ആ സമയത്ത് ഈ നാടകത്തിലൊക്കെ ഉണ്ണിയുടെ അച്ഛൻ മൊയ്തുണ്ടായിരുന്നു. ഞാൻ ആ നാടകത്തില് വേലക്കാരൻ ഉണ്ടായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പൊ ഇനിയിപ്പോ ഈ റിട്ടയർഡ് ആയ സമയത്തെ എല്ലാവരായിട്ടൊക്കെ ഒന്ന് നമുക്ക് ഒത്തുകൂടി ഒരു ഭംഗിയാക്കണം എന്നൊരു തോന്നല്. ശേഷം അതെ, അപ്പൊ എന്ത് കാര്യത്തിനും സമീപിക്കാം. ഒരു വിഷമില്ല. ശരി, ഉണ്ണി മനസ്സിലൊന്നും വെക്കണ്ട കേട്ടോ. കേട്ടാ എന്ത് കാര്യം അറിയിച്ചോളൂ. ശരി എന്നാല് കാണാം. എന്താ ശീതളുടെ ഒരു മാറ്റമല്ലേ? റിട്ടയർഡായ ആൾക്കാർ ഇങ്ങനെ മാറുമോ? ഇവന്റെ ഭാര്യ മണ്ടോദരി റിട്ടയർഡായി. മണ്ടോദരി റിട്ടയർഡായി? അതെങ്ങനെ ഒരുമിച്ച്? അതാ ഒരു പ്രേമവിവാഹല്ലേ, ഒരേ വയസ്സാണ്. ഓ അത് ശരി. ഇപ്പൊ മൂപ്പർ റിട്ടയർഡ് ആയിട്ട് വരുന്നു. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കാത്ത കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായില്ലേ. പക്ഷെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടിക്കാരുണ്ട്. നമ്മളെ വാർഡ് 14 റിട്ടയർഡ് ആയി കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ പാർട്ടിയിൽ ഒരു സ്ഥാനം കൊടുത്തു, വാർഡ് മെമ്പറും ആക്കി. ആടെ ആവേണ്ടത് ആരാ? ചന്താട്ടൻ എത്ര കഷ്ടപ്പെട്ടില്ല പാർട്ടിയിൽ പ്രവർത്തിച്ച്. മൂപ്പറ തട്ടി മാറ്റി. ഇവരൊന്ന് ഏരിപ്പോ ഉണ്ടായത് വില്ലേജില് ഓറുണ്ട് മെമ്പർ. പാവം ചന്താട്ടി ഇപ്പൊ പാർട്ടി പ്രവർത്തനത്തിനടുത്തല്ല ഒന്നുമില്ല. അതാണ് ഇയാൾക്കിപ്പോ രാഷ്ട്രീയത്തിലേക്കാ കണ്ണ്. അതാ എന്നോട് പിന്നെ ഇപ്പൊ എന്തൊക്കെ ആവണം തോന്നും. പറഞ്ഞില്ലേ, ക്ലബിലേക്ക് ഒന്നും അടുപ്പിക്കണ്ട. ക്ലബ് പോയി അത്രയും കാര്യം. മന്മദരസ വരുന്നുണ്ടല്ലോ ഇങ്ങോട്ട്. അയാള് റിട്ടയർഡായി. ഇതെന്തോ റിട്ടയർഡായ ആൾക്കാർ മുഴുവൻ ഇങ്ങോട്ട് പോരുന്നത്? ഇനി അയാളെ ഓർപ്പിക്കൽ നമുക്ക് ആക്കാൻ കഴിയും. നിങ്ങൾ